ശ്രീ പി ആർ ശിവശങ്കർ, ഈ രണ്ടാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ഈ മാനിഫെസ്റ്റോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ മദ്യനയം വരുമെന്ന്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പ്രതീക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതെ, പുതിയ മദ്യനയം വരും എന്നാണ് പറഞ്ഞിരുന്നത്. അതായത് പുതിയ മദ്യനയം ഇങ്ങനെ ജനങ്ങളെ മദ്യപിപ്പിച്ച് ഉന്മത്തരാക്കി നിർത്തും എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചതെന്നാണ് ഇപ്പോഴാണ് കാര്യങ്ങൾ ജനക്ക് മനസ്സിലായത്. അവർ വരും, എല്ലാം ശരിയാകും എന്നുള്ള ഉത്തരവും അതിലുണ്ടായിരുന്നു. ഇപ്പോൾ മദ്യനയം ഇങ്ങനെയാണ് ശരിയാക്കുക എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ജനങ്ങൾക്കും മനസ്സിലാക്കി തുടങ്ങിയത്. എനിക്ക് ശ്രീ ബൽദേവ് പറഞ്ഞതില് ചില കാര്യങ്ങൾ ജനങ്ങൾക്കും മനസ്സിലാകാണ്ട് എനിക്കും ക്ലാരിഫിക്കേഷൻ കിട്ടാണ്ട്. എനിക്ക് തോന്നുന്നു അദ്ദേഹം പറഞ്ഞു വന്നത് ചാരായ നിരോധനം കേരളത്തെ വല്ലാണ്ട് പുറകോട്ടടിച്ചു, അല്ലെങ്കിൽ മദ്യപന്മാർക്ക് അല്ലെങ്കിൽ സാധാരണ മനുഷ്യർക്ക് കൂടെ നഷ്ടം വരുത്തുന്നു, അവരുടെ സാമ്പത്തികമായി ബാർ മുതലാളിമാർക്ക് ലാഭകരമായ തീരുമാനമായിരുന്നു. അങ്ങനെയെങ്കിൽ ഇതാണ് അഭിപ്രായമെങ്കിൽ അദ്ദേഹം അതിന്റെ കമ്മിറ്റിയിലെ ചെയർമാനും ഒക്കെ ആയിരുന്നു. അദ്ദേഹത്തിന് പറയാമല്ലോ, ഈ LDF അധികാരത്തിൽ വന്നാൽ ചാരായം നിരോധനം മാറ്റിയിട്ട് ഇനി ചാരായം ഞങ്ങൾ സുലഭമായി കൊടുക്കും, അത് ഇവിടുത്തെ യുവാക്കൾക്കും അതുപോലെ തന്നെ തൊഴിലാളികൾക്കും വളരെ അത്യന്താപേക്ഷിതമായ, അദ്ദേഹത്തിന്റെ തന്നെ മറ്റൊരു നേതാവ് പറഞ്ഞതുപോലെ ചില പാനീയത്തിൽ അത് പ്രോട്ടീനും ഒക്കെ ഉള്ളതാണ് എന്നുപോലെ ചാരായവും പ്രോട്ടീൻ ഉള്ളതാണ് അല്ലെങ്കിൽ വളരെ ഗുണകരമാണ് എന്ന് ബൽദേവ് പറയട്ടെ, വളരെ സന്തോഷം, അതും ജനങ്ങൾക്ക് മനസ്സിലാക്കട്ടെ എന്നുള്ളതാണ്. രണ്ട്, അദ്ദേഹം പറഞ്ഞതുപോലെ LDF ചർച്ച ചെയ്തിട്ടാണ് CPM അല്ലെങ്കിൽ കേരളത്തിലെ ഗവൺമെന്റും സർക്കാർ തീരുമാനങ്ങളൊക്കെ നടക്കുന്നതെന്ന് ജനൻ TV എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പാവങ്ങൾ കേട്ടേക്കും. പക്ഷേ LDF തന്നെ മന്ത്രിമാര് ഇത് വിശ്വസിക്കുമോന്ന് എനിക്കറിയില്ല. LDF തന്നെ പല മന്ത്രിമാരുടെയും ഇലക്ട്രിസിറ്റി ബോർഡിൽ നടക്കുന്ന കാര്യം ഇലക്ട്രിസിറ്റി മന്ത്രി അറിയുന്നില്ല എന്ന് അദ്ദേഹം പലതവണ പറഞ്ഞതാണ്. നേരത്തെ ഒരു ഗതാഗത വകുപ്പ് മന്ത്രി പറഞ്ഞതിന് CITU നേതാവ് അദ്ദേഹത്തിനെതിരെ പറഞ്ഞ പ്രസംഗം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ വിഷമിച്ചു പോകും അത്തരത്തിൽ. അപ്പൊ CPIയെയും അതുപോലെ ഘടകകക്ഷികളെയും ഇവിടുത്തെ CPM മുഖ്യമന്ത്രിയും മന്ത്രിമാരും അതുപോലെ തന്നെ നേതാക്കളും CITU എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യണമെന്ന് നമുക്കറിയാം. എനിക്ക് മറ്റൊരു കാര്യം കൂടി ഇതിൽ സൂചിപ്പിക്കാനുള്ളത്, ഞാൻ മനസ്സിലാക്കുന്നത് ഇത് കോഴ കൊടുക്കുന്നത് പുതിയ ഹോട്ടലുകൾ കൊടുക്കുവാനും അത്തരം ആരോപണം മാത്രമല്ല. ഞാൻ മനസ്സിലാക്കുന്നത് ഈ പുതിയ ബാറുകൾ, ഒരുപാട് ബാറുകൾ അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിനും ഇത്തരത്തിൽ മദ്യത്തിന് വിളമ്പാനുള്ള ലൈസൻസ് ഞങ്ങൾ നൽകും നിങ്ങൾ ഈ പണം നൽകിയില്ലെങ്കിൽ എന്ന ഭീഷണി ഒന്ന് ഉണ്ട്. രണ്ട്, കള്ള് അതുപോലെ ടൊടി, ആ കള്ള് അത് ബേവ്കോ വഴിയും അതുപോലെ തന്നെ മറ്റുള്ള വഴിയും കൊടുക്കും, അങ്ങനെ നിങ്ങളുടെ വരുമാനം ഞങ്ങൾ വീണ്ടും കുറയ്ക്കും എന്നുള്ള ആരോപണമുണ്ട്. സ്റ്റാർ ഇല്ലാണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇന്നത്തെ ബാർ മുതലാളിമാർക്ക് ഇതിൽ വലിയ നഷ്ടം വരും, അത്തരത്തിലുള്ള ഒരു ആരോപണമുണ്ട്. അതിനു വേണ്ടിയിട്ട് അതിന്റെ കൂടെയാണ് ഡ്രൈ ഡേ കുറയ്ക്കുമെന്നുള്ള ആരോപണമൊക്കെ ഉള്ളത്. അപ്പോൾ ഇത് നിങ്ങളുടെ വരുമാനം ഞങ്ങൾ കുറയ്ക്കുമെന്നുള്ള ഭീഷണിയുടെ ഭാഗമായിട്ട് കൂടി വേണം ഈ ആരോപണത്തെ കാണാൻ, ഈ പണം വാങ്ങിക്കുന്നത് കാണാൻ എന്നുള്ളതാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം. അപ്പോ ഈ ആരോപണങ്ങളെല്ലാം, ഈ പണങ്ങൾ മേടിക്കുന്നതെല്ലാം എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും കേരളത്തിലെ ഒരു നേതാവ് വിശ്വസിക്കും, അല്ലെങ്കിൽ സാധാരണക്കാരൻ വിശ്വസിക്കും. AKG സെന്ററിലേക്ക് പണം വേണ്ട എന്ന് പറയുന്നു, അങ്ങനെയുള്ള ഗോവിന്ദൻ പറഞ്ഞത്. CPM നേതാക്കൾക്ക് അല്ലെങ്കിൽ AKG സെന്ററിലേക്ക് പണം വേണ്ട, ഞങ്ങൾക്ക് പണം വേണ്ട, പക്ഷെ നിർബന്ധിച്ചുകൊണ്ട് ഈ കേരളത്തിലെ ബാർ മുതലാളിമാര് അവർ പണമായിട്ട് ഓരോ നേതാക്കളുടെയും പുറകെ നടക്കുകയാണ്. ദയവായിട്ട് മേടിക്കൂ, ഈ പണം മേടിക്കൂ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒന്നും ചെയ്തു തരണ്ട, ഒരു ത്യാഗവും നിങ്ങൾ ചെയ്യേണ്ട, ഒരു ഭരണത്തിൽ ഒരു മാറ്റവും വരണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കഷ്ടപ്പെട്ട് ഈ പണം മേടിപ്പിക്കാനായിട്ട് പുറകെ നടക്കുന്നു എന്ന് ആരെങ്കിലും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത് CPM കാര്യം. കോൺഗ്രസ് ആണ് ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും വിഷമകരമായ സാഹചര്യത്തിൽ വരുന്നത്. ഇവർക്ക് ജനങ്ങളുടെ മുൻപിൽ ഈ അഴിമതിക്ക് വേണ്ടിയിട്ട്, ഈ അഴിമതിക്കെതിരെ ശക്തമായി നിലകൊള്ളുവാൻ പറ്റില്ല എന്ന് തെളിയിക്കുകയാണ് ഓരോ ദിവസവും. അതിപ്പോ ഇവരുടെ വാക്കുകൾ തന്നെയുണ്ട്. ഡൽഹി ബേസിൽ ഇവർ തുടങ്ങി വെച്ച ആരോപണം, ഇവർ തന്നെ മുന്നോട്ട് വെച്ച ആരോപണം, നാളെ ഇത് മുഖ്യമന്ത്രിക്കെതിരെ അന്വേഷണം വന്നാൽ, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു CBI അന്വേഷണമോ ഈ അന്വേഷണം വേറൊരു ഗതിയിലേക്ക് വന്നാൽ തീർച്ചയായും ഈ കോൺഗ്രസിന് ഇന്ന് മുഖ്യമന്ത്രിയെ സംരക്ഷിക്കേണ്ടി വരുമെന്നുള്ളൊരു സംശയമില്ലല്ലോ. കേജ്രിവാളിന്റെ കൂടെ എങ്ങനെയാണോ നിൽക്കുന്നത് അതേപോലെ തന്നെ സേനാപതിക്കും അതുപോലെ തന്നെ ശ്രീ VD സതീശനും എല്ലാം മാറേണ്ടി വരും. അതുകൊണ്ട് ഈ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരു ആരോപണം ഉണ്ടായാൽ അന്വേഷിക്കേണ്ടത് കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ CPM തയ്യാറാകുമോ എന്നുള്ളതാണ് പ്രശ്നം. കാരണം CPM കീഴെ അല്ലെങ്കിൽ മനോജ് എബ്രഹാമോ, പണ്ടാണെങ്കിൽ തച്ചങ്കരിയെ കൊണ്ട് അന്വേഷിപ്പിച്ചേനെ ഇവര് ഈ അന്വേഷണം മുഴുവൻ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പോലീസ് ഓഫീസർമാരെ വെച്ച് അന്വേഷിച്ചത് കൊണ്ട് ഇതിന്റെ അന്വേഷണം എങ്ങും എത്താൻ പോകുന്നില്ല. ഒരു കാര്യമായ ഒരു അന്വേഷണം വേണമെങ്കിൽ തീർച്ചയായും CBI അന്വേഷണം വേണം. അതിന് സംസ്ഥാനത്തെ കോൺഗ്രസോ അല്ലെങ്കിൽ മിനിമം ഇവിടെ വെച്ച് സേനാപതി വേണുവോ
അത് തയ്യാറാണോ? ഈ അന്വേഷണം കേന്ദ്ര ഏജൻസികളെ ഏൽപ്പിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ ആരോപണം ഞാൻ തീർച്ചയായിട്ടും പറയുന്നു. ഇപ്പൊ അദ്ദേഹം കൂടെ കേട്ടതാണ്, മറ്റ് ജില്ലകളിലും ഇത് ഒരു ജില്ലയിലെ ഒരു നേതാവിന്റെ ആരോപണം മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ശബ്ദരേഖ മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. മറ്റെല്ലായിടത്തുനിന്നും ഇത്തരത്തിലുള്ള ആരോപണങ്ങളുണ്ട്, അവരുടെ ഉണ്ട്. അന്വേഷണം വന്നാൽ ഈ സാധനങ്ങളൊക്കെ പുറത്തേക്ക് വരും.